പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. മലയാളി തനിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നീതു ബിജു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗം പരിചയപ്പെട്ടല്ലോ. ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗം ഒന്ന് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. പി.കെ. ഗോപാലകൃഷ്ണൻ്റെ വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന കൃതിയിലേതാണ് അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന ഈ ഒരു പാഠഭാഗം. സ്വാതന്ത്ര്യമെന്ന വിശാലമായ തലത്തെ ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവൽ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ മനുഷ്യരായി കാണാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അസമത്വങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കാൻ മുന്നിട്ടിറങ്ങിയ സന്യാസിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതാണ് അരുവിപ്പുറത്ത് നിന്ന് സന്ദേശമെന്ന ഈ ഒരു പാഠഭാഗം. സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, അധകൃത വർഗോദ്ധാരകൻ, കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥൻ എന്നീ വിശേഷണങ്ങൾക്ക് അർഹനാണ് അദ്ദേഹം. കർഷക തൊഴിലാളികളുടെ മക്കളെ തന്നോട് ചേർത്ത് നിർത്തി ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജനഹൃദയങ്ങളിൽ അത് മാറ്റത്തിൻ്റെ പുതിയൊരു യുഗം സൃഷ്ടിക്കുകയായിരുന്നു. കേരളീയ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് അശ്രാന്തം പരിശ്രമിച്ച ശ്രീനാരായണ ഗുരു നടപ്പിലാക്കിയ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ട അവതരണമാണ് പി.കെ. ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ അക്കാലത്ത് സൃഷ്ടിച്ച സാമൂഹിക വിപ്ലവത്തെ വിശകലനം ചെയ്യുന്നതിന് കൂടി ഉതകുന്നതായി. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് ഒരു ശ്രീകോവിലും ഗുരുവിന് താമസിക്കാൻ ഒരു പർണശാലയും പണി കഴിപ്പിച്ചു. മഠത്തിൻ്റെ ചുവരിൽ അദ്ദേഹം എഴുതിയ വരികളാണ് നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗുരുദേവൻ്റെ ജീവചരിത്രം ഒന്ന് പരിചയപ്പെടുക. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ 1855 ഓഗസ്റ്റ് 20 ജനിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത് വചനത്തിലൂടെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തിലെ മികച്ച നേതാവായി അറിയപ്പെടുന്നു. 1888 നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. പിന്നീട് 60-ലധികം ക്ഷേത്രപ്രതിഷ്ഠകൾ. ജനനന്മയ്ക്ക് വിദ്യാഭ്യാസമാണ് പോംവഴി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അശ്രാന്തം പരിശ്രമിച്ചു. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആത്മീയാചാര്യനായി. ശിവഗിരി കേന്ദ്രവും അദ്വൈതാശ്രമവും തുടങ്ങി. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങി പല കൃതികളും രചിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് സമാധിയടഞ്ഞു. പാഠഭാഗത്തിന് മുന്നോടിയായിരിക്കുന്ന വരിയൊന്ന് നോക്കിയാലോ. ഹൃദയവിശാലതയുടെ നിലാവുദിക്കുന്നു. എത്ര മനോഹരമായ വരികൾ അല്ലേ? ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യരെ ഒന്നായി കാണാനുള്ള വിശാലമായ ഒരു മനസ്സുണ്ടാക്കുക എന്നതാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ഇത്തരമൊരു മനോഭാവം രൂപപ്പെടുത്തുന്നതിനായി കേരളത്തിൽ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുണ്ടായിരുന്ന വേർതിരിവുകളിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരുപാട് പേരുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കേരളീയ നവോത്ഥാനത്തെയും വ്യക്തികളെയും നാം പരിചയപ്പെടേണ്ടതും അത്യാവശ്യം തന്നെയാണ്. നവോത്ഥാന കേരളത്തെ രൂപീകരിക്കുന്നതിൽ തൻ്റെ
എല്ലാവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠഭാഗത്തിലേക്കുള്ള തുറന്നിട്ട വഴി തന്നെയാണ് ഈ വരികളെന്ന് നമുക്ക് പറയാവുന്നതാണ്. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഒരു പ്രദേശമാണ് അരുവിപ്പുറം എന്ന് പറയുന്നത്. ഈ പ്രദേശവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ വലിയ ബന്ധം തന്നെ ഉണ്ട്. 1888 ശ്രീനാരായണ ഗുരു ആദ്യമായി ഒരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത് ഈ അരുവിപ്പുറത്ത് വെച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അരുവിപ്പുറത്ത് അത്തരത്തിലൊരു ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഒരുപാട് എതിർപ്പുകളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം ഞാൻ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് മറുപടി പറയുകയാണ് ചെയ്തത്. നമ്മുടെ ശിവൻ അഥവാ ഈഴവ ശിവൻ എന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് സാധാരണക്കാരായ ആളുകളുടെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സവർണ മേധാവിത്വം മൂലം അടിച്ചമർത്തപ്പെട്ട് പ്രാർത്ഥനകളിലും അഭയം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമായിരുന്നു അരുവിപ്പുറത്ത് ഉണ്ടായിരുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വിദ്വേഷമില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനമാണ് നമ്മുടെ നാട് എന്ന് ഗുരു വിശേഷിപ്പിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും മനുഷ്യനായി കാണണമെന്ന ഗുരുവിൻ്റെ സങ്കല്പം കൂടി ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത്. ഇവിടെ ഈ നവോത്ഥാനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കാരങ്ങളും പരിവർത്തനങ്ങളുമാണ് നവോത്ഥാനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുണ്ടായിരുന്ന വേർതിരിവുകളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രമുഖ നവോത്ഥാന നായകന്മാർ പരിശ്രമിച്ചതിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും CV കുഞ്ഞിരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ സംഭാഷണ ഭാഗം താഴെ ഉദ്ധരിക്കുന്നു. അപ്പോൾ ഈ CV കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ളൊരു പത്രാധിപരും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായിരുന്നു. അദ്ദേഹവും ഗുരുദേവനും തമ്മിലുള്ള സംസാരത്തിനിടയിൽ എന്താണ് അദ്ദേഹം ഈ വരികൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി CV കുഞ്ഞിരാമനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാമി പറയുന്ന കാര്യങ്ങളാണ്: ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും. അതായത് ദേശവും കാലവും സമൂഹത്തിൻ്റെ അവസ്ഥയുമൊക്കെ അനുസരിച്ച് കൊണ്ട് കാലാകാലങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം, ശ്രേഷ്ഠത ഒക്കെ കൽപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടുണ്ട്. ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗത് ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും. അതായത് ഹിംസ ആണ് കൂടുതലായിട്ട് സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിപത്ത് എന്ന് മനസ്സിലാക്കുന്ന കാലങ്ങളിൽ അക്കാലത്തെ ലോക രക്ഷകന്മാർ, നായകന്മാർ, അങ്ങനെയുള്ള നേതാക്കന്മാർ ഒക്കെ തന്നെ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം നൽകി. ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു. അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. ഇന്ന് ഇന്ത്യയുടെ ആവശ്യമെന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഉള്ള മത്സരത്തിൽ നിന്ന് മോചനം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടും
ഇവിടെ മനുഷ്യർക്കിടയിലുണ്ടായിരുന്ന ഒരു വേർതിരിവുകൾ അക്കാലത്തിനും യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല എന്നാണ് ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഒട്ടേറെ പ്രദേശങ്ങളിലൊക്കെ തന്നെ സവർണ മേധാവിത്വവും സവർണ മേൽക്കോയ്മയുമൊക്കെ അധകൃത വിഭാഗത്തെ എപ്രകാരം അടിച്ചമർത്തിക്കൊണ്ടിരുന്നു എന്നൊക്കെ നമ്മുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ചാതുർവർണ്ണ്യത്തിൻ്റെ ആ ഒരു വലിയ വേലിയേറ്റവും ഇവിടെ സവർണർ, ഉയർന്ന ജാതിയിലുള്ള ആളുകൾ അടിമകളെപ്പോലെ സാധാരണക്കാരായ ആളുകളെ കണ്ടിരുന്നതുമൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഈ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്ന് വിചാരിച്ച് ചിലർ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായും ജനങ്ങൾ അനുഭവിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞതായി കാണുന്നു. ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും നൽകുന്ന സന്ദേശം ജാതിഭേദവും മതദ്വേഷവും ഉപേക്ഷിച്ച് സർവരും സഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും സമന്മാരായി സമത്വസുന്ദരമായൊരു ലോകത്തെ കെട്ടിപ്പടുക്കുക എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ആ ഉപദേശമാണ് 1888 തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് ഇന്ത്യക്ക് നൽകിയത്. അപ്പോൾ 1888 എന്താണ് ഉണ്ടാകുന്നത്? ഈ ഒരു അരുവിപ്പുറം പ്രതിഷ്ഠയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സവർണരായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പോയി തൊഴാം, അല്ലെങ്കിൽ ആരാധന നടത്താം, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള നമ്മൾ അധകൃത വർഗമെന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് ഇവിടെ ആരാധനയ്ക്കോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കോ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനോ ഒരവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അത് അവരെ വളരെ മനോവിഷമത്തിനിടയാക്കിയപ്പോൾ അവർക്കു വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ഈ നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറം എന്ന സ്ഥലത്ത് ഈ പ്രതിഷ്ഠയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമായിരുന്നു. 1888 ശിവപ്രതിഷ്ഠ. അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായി. നടരാജഗുരു നൽകിയ വിവരണം താഴെ ഉദ്ധരിക്കുന്നു. അതായത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി അടുത്ത വർഷം തന്നെ ശിവരാത്രി ആഘോഷിച്ചപ്പോൾ അവിടെ അണിനിരന്ന ജനങ്ങൾ എന്ന് പറയുന്നത് സർവ്വമതത്തിലും പെട്ടവരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ യാതൊരു വേർതിരിവുകളില്ലാത്തവരുമായിരുന്നു എന്ന് പറയാണ്. ഇവിടെ നടരാജഗുരു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഗുരുപരമ്പരയിലെ രണ്ടാമത്തെ ആളാണ്. നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള നടരാജഗുരു എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഗുരുവിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആസ്ഥാനമായ ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നു. ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിൻ്റെ പ്രതീതി. ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയകന്ന് ഗുരു ഇരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി. ആനയെഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. ഗുരു പ്രസംഗം ചെയ്തില്ല, പക്ഷേ ചുണ്ടുകൾ കൈമാറി. ഗുരുവിൻ്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു. ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിൻ്റെ നിർദ്ദേശം ജനങ്ങൾ മനസ്സിലാക്കി. സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ
അതായത് ഗുരുദേവൻ്റെ വചനങ്ങൾ മുഴുവൻ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അറിവിൻ്റെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാനായിട്ട് ഗുരു ഇവിടെ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആർഭാടങ്ങളുടെയും അതുപോലെ തന്നെ പണത്തിൻ്റെ അമിത ഉപയോഗത്തിൻ്റെയും ഒക്കെ തന്നെ അർത്ഥശൂന്യതയെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കുന്നതായിട്ട് കാണാം. അവിടെ വന്ന ആളുകൾക്ക് കുട്ടികളെന്നോ വലിയവരെന്നോ വൃദ്ധരെന്നോ മുതിർന്നവരെന്നോ ഒന്നും തന്നെ ഭേദമില്ലാതെ ഒരു ജനസാഗരം അന്ന് ആ വിജനമായ സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു എന്നാണ് നടരാജഗുരു ഈ വരികളിലൂടെ പറയുന്നത്. അർദ്ധരാത്രിയായപ്പോൾ ഗുരു പുറത്തു വന്നു. ഒരു യോഗം ചേരുന്നുണ്ട്. അധ്യക്ഷൻ ഗുരു തന്നെ. ജനക്കൂട്ടത്തിൻ്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായി. വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോട് കൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറിയകന്ന് ഇരുന്നു. അവർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ വന്നവർ. ഈ പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു. ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരും ആണ്. അപ്പോൾ അന്ന് അർദ്ധരാത്രി ആയപ്പോൾ ഒരു യോഗം ചേരാനായിട്ട് ഗുരു എല്ലാവരെയും വിളിച്ചു. ആ യോഗത്തിൻ്റെ തലവനായി അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും അദ്ദേഹം ഒന്ന് കണ്ണോടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ആ അധ്വാനികളായ കർഷക തൊഴിലാളികളെ അദ്ദേഹം കാണുന്നത്. അവർ തങ്ങൾ സാധാരണക്കാരായ കൂലിക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്പമൊന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെയായിരുന്നു ഇരുന്നത് എന്നും കൂടി പറയുന്നു. അവിടുത്തെ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ പണക്കാർ അവരുടെ നന്മ കൊയ്തെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. യുഗങ്ങളായി പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ കർഷക തൊഴിലാളികളുടെ ദയനീയതയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടും യാതനയുമൊക്കെ അനുഭവിക്കുന്നവരാണ് എന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ നേരത്തെ ഗുരുവിൻ്റെ മുഖത്ത് കണ്ട ആ ആശങ്കയ്ക്ക് കാരണം. ഗുരുവിൻ്റെ സൂക്ഷ്മദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ നേരെ തിരിഞ്ഞു. പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു. ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരുടെ സമന്മാരാണെന്ന് തോന്നലുണ്ടാക്കിക്കൂടാ? അവരിൽ നിന്ന് 2 കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു. ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്കു ശേഷം അവരെ ഗുരുവിൻ്റെ 2 വശത്തുമായി ഇരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആ കൂട്ടത്തിലിരിക്കുന്ന ഈ കർഷക കുടുംബത്തെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹം വിഷമിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ തന്നെ ഇവരുടെ ഈ അവസ്ഥയുടെ കാരണക്കാരെ ആരാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം അവരോട് ചോദിക്കുന്നത്, ഇവർ അവിടെ തന്നെ ഇരിക്കേണ്ടവരാണോ എന്നുള്ളത്. അതിലെ 2 കുട്ടികളെ ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ഇപ്രകാരം പറയാണ്: മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. അല്ലെ, ജാതിയുടെ നിരർത്ഥകതയെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയായിരുന്നു ആ സമയത്ത് ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാവാണ്. മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ, ആ ഒരു വലിയ സദസ്സിനെ അത് ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു. യുഗങ്ങളായി പാലിച്ചു വരുന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു. ജനക്കൂട്ടം നിശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു. അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ ശരിവെക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ആ പ്രവർത്തികളെന്ന് അവരുടെ ആ ഒരു സമയത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ വാക്കുകളിൽ പറയുന്നത് പോലെ അവർ സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നു എന്ന പോലെ അധികം പ്രസംഗിക്കലോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിക്കലോ ഒന്നല്ല അവിടെ ഉണ്ടായിരുന്നത്. സത്യം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല.
യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു. ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സാഹോദര്യത്തിനും ഗുരു നൽകിയ നിരുപമ സുന്ദരമായ ആ സന്ദേശത്തിൻ്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയ ഒരു ലോകത്തിലേക്ക് ഉയർത്തി. എല്ലാ മതങ്ങളും ഒന്നു ചേരുന്ന ഒരു സാർവലൗകിക കാഴ്ചപ്പാടായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വരികളാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ വരികൾ അവിടെ നിന്നിരുന്ന ഒരാളെ കൊണ്ട് അദ്ദേഹം വായിപ്പിക്കുകയാണ്. ആ ശബ്ദം എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന ഒന്നായി മാറി എന്നാണ് പറയുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവൻ അത് ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹം പ്രാപ്തനാക്കിയിരുന്നു എന്നുള്ളതാണ്. ആ സന്ദേശത്തിൻ്റെ അലകൾ, കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു. ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അദ്ദേഹം അത് കേരളത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയെങ്കിൽ ഇന്ന് അത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയ്ക്ക് കാരണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്നാണ് പറയുന്നത്. മാറ്റം അനിവാര്യമാണ്, നിശ്ചയമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മളിപ്പോഴും സത്യത്തിനു മുൻപിൽ കണ്ണടയ്ക്കുന്ന ഒരവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകളിൽ ഒരുമയുടെ കരുത്താണ് ഉണ്ടാകേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് സമകാലിക സാഹചര്യത്തിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ വർണ്ണത്തിൻ്റെയോ പേരിൽ വിവേചനങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യനാണ് എന്ന ആ സങ്കല്പത്തിലേക്കുള്ള ദൂരം ഇനിയും എത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഗുരുദേവൻ പശുവിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറയുന്നത്. പശുവിന് പോലും പശുവിൻ്റെ കുലമേതാണെന്നറിയാം, പക്ഷേ വിവേചന ബുദ്ധിയുള്ള മനുഷ്യനത് സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ചോദ്യശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ അരുവിപ്പുറത്തുള്ള ആ ഒരു പ്രതിഷ്ഠ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും അത് പിന്നീടുള്ള സാമൂഹിക പരിഷ്കരണത്തിന് എത്രമാത്രം പ്രാപ്തമാവുകയും ചെയ്തു എന്ന് ഈ ഒരു ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയാം.